സത്യം മാത്രം പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേതുലക്ഷ്മി എന്ന് പറയുന്ന ഒരു ന്യൂസ് റീഡർ മലയാളം ന്യൂസ് ചാനലിലാണ്. അവരുടെ വാർത്ത ഇപ്പോഴും എല്ലാവരും കയറിയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവർ ആ വാർത്ത വായിക്കുന്ന സമയത്തിട്ട ഡ്രസ്സ് തന്നെയാണ്. ആ ഡ്രസ്സിൻ്റെ അകത്ത് ശരിയല്ല, ആ ഡ്രസ്സ് അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. കാരണം കർക്കിടക മാസത്തെ പറ്റിയിട്ടാണ് അവരുടെ വിവരണങ്ങൾ മുഴുവൻ. പക്ഷേ ഈ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണോ നിങ്ങൾ ശരിക്കും കർക്കിടക മാസത്തിൽ ഈ വിവരണം കൊടുക്കേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഉള്ള കാര്യം പറയാലോ, ന്യൂസ് ചാനലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സാമാന്യ വിവരം ഉണ്ടെങ്കിൽ അവിടെ ഫാഷൻ ഷോ അല്ല നടക്കുന്നത്, അവിടെ ഒരു ന്യൂസാണ് വായിക്കുന്നത് എന്നുള്ളൊരു വീണ്ടും വിചാരങ്ങൾ ഇവർക്കും വേണം. അതുപോലെ ഇവരുടെ ചീഫ് എഡിറ്റർ എന്ന് പറയുന്ന അവനും വേണമായിരുന്നു. ഇതൊന്നുമില്ലാത്ത ടീമിനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുന്നിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കുവാർന്ന്. അല്ലാതെ കുറച്ചെങ്കിലും ഒരു വിവരം വേണ്ടേ യവന്മാർക്ക്? ഇതൊരു ന്യൂസ് ചാനലാണ്, അല്ലാതെ വേറെ ഒരു ചാനലല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാന്യം മര്യാദയായിട്ടുള്ള ഡ്രസ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരിട്ട ഡ്രസ്സിന് അത്ര വലിയ മോശമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഒരു ഡ്രസ്സാണോ ധരിക്കേണ്ടത്? ശരിക്ക് വാർത്ത വായിക്കുമ്പോൾ ഓരോരാൾക്കും ഓരോരോ ഡ്രസ് കോഡ് ഉണ്ട്, അതേ ധരിക്കാൻ പാടുള്ളൂ. പല ചാനലുകളിലും അങ്ങനെയാണല്ലോ. ന്യൂസ് മലയാളം ചാനലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുണ്ടോ? ഒരു തേങ്ങൊലയില്ലായിരുന്നു. പിന്നെ ഓമാർ വന്നിട്ട് വെറുതെ കോപ്പറായ കോലം കെട്ടിയിട്ടാർന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് അതിനൊന്നാണോ കുഴപ്പമോ, അതിനൊന്നോ കുഴപ്പം. ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണ വീട്ടിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സാണ്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയേണ്ടത്, വേറെ എവിടെയെങ്കിലും കല്യാണത്തിന് പോകുന്ന പോലെ ആരെങ്കിലും ഇവിടെ പോവോ? പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ പറയിക്കുന്നത്? എന്തിനിങ്ങനെ ഡ്രസ്സ് ഇടുന്നത്? നമ്മൾക്ക് നല്ല രീതിയിൽ ഇട്ടൂടെ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയിട്ടൊന്നും ആർക്കും ഇടാൻ പറ്റൂല എന്നറിയാം. എന്നാലും അവനറിയില്ലേ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ എങ്ങനെയാണ് ഈ ഡ്രസ്സ് പോവുക, എങ്ങനെയാണ് ആൾക്കാർ പറയുക? ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴേതായാലും എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഗുണം കിട്ടിയിട്ടുള്ളത്. കാരണം ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങ് കത്തിപ്പടരുകയല്ലേ. മലയാളികളുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം അത്. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇനിയിപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഇനിയിപ്പോൾ ഇന്ന് രാത്രി ചിലപ്പോൾ അതിൻ്റെ ചർച്ചയുണ്ടാവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും ഇനി ജനങ്ങളെല്ലാം കൂടി ഇളകുക. ആദ്യയുടെ വെള്ളപ്പൊക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുച്ചൂടെ മൂടിയിട്ടുള്ളത് മനുഷ്യന്മാർ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാ. അപ്പോഴേ ഇങ്ങനെയുള്ള കുറെ ഡ്രസ്സിന്റെ കാര്യവും കൂടി പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കടിപിടി കൂടുന്നത്. ആദ്യം ആ സ്ത്രീയോട് പറയാനുള്ളത്, ന്യൂസ് ചാനലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ സാമാന്യ ബോധം ഇത് വേണമായിരുന്നു. പിന്നെ ഇതിന്റെ എഡിറ്ററോടും മറ്റവരോടൊക്കെ പറയുന്നത് കുറച്ചൊക്കെ നിങ്ങൾക്കും ബുദ്ധി വേണമായിരുന്നു. അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഇതും ഒരു ന്യൂസ് ചാനലാണ്, കുറച്ച് വെറൈറ്റി ഉള്ള ന്യൂസ് ചാനൽ ഞാൻ ഓർത്തത്. പക്ഷെ ഒരു കാര്യം എന്താ പറയുന്നതിന്, ഇതാണോ നിങ്ങളെ വെറൈറ്റി എന്ന് പറയുന്നത്? ഇതാണോ നിങ്ങളെ വെറൈറ്റി? നിങ്ങൾ ഭയങ്കര വെറൈറ്റിക്കാരാണ്, നല്ല ന്യൂസ് ചാനലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാനലുകളിൽ വന്ന സനീഷിനെ പോലെയുള്ള ആൾക്കാരാണ് അതിന്റെ തലപ്പത്ത് ഇരിക്കുന്നത്. എന്നിട്ട് എന്താ ഇങ്ങനെ ആയിപ്പോയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരിക്കലും ന്യൂസ് വായിക്കാൻ പാടില്ലായിരുന്നായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ആ ഡ്രസ്സ് ഇട്ടിട്ട് വായിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ന്യൂസൊക്കെ വായിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് പറയാൻ എല്ലാവർക്കും ഭയം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, അവരെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ നമ്മളിത് ന്യൂസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണോ? നമ്മൾ വർഷങ്ങളായിട്ട് ന്യൂസ് വായിക്കുന്നവരെയും ചാനലും കാണുന്നില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയൊന്നും ആണല്ലോ ഇവരൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇപ്പം എല്ലാവർക്കും സംസാരിക്കണം എന്നുണ്ട്, എന്നാ അറിയാം. അതായത് ആ സ്ത്രീ ചെയ്ത് ശരിയല്ല, ആ സ്ത്രീയുടെ പിന്നെ ഈ ഡ്രസ്സ് ശരിയല്ല. ഇവിടെ പകുതി ആൾക്കാരും അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഉള്ളിന്ന് വരാൻ എല്ലാവർക്കും ഭയമാണ്. കാരണം എന്താ അറിയാം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അമ്മാവന്മാരാക്കും, അവരെ അപരാധിക്കുന്ന ടീമാക്കും. ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ഉള്ളതുകൊണ്ട് എന്താ അറിയാം, പല ആൾക്കാരും ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി ആ ചേച്ചി ഇട്ടിരിക്കുന്ന നല്ല ഡ്രസ്സാണ് എന്നേ പറയുള്ളൂ. പക്ഷെ ഇവിടെ പല ആൾക്കാരുടെയും മനസ്സിലുണ്ട്. പിന്നെ ഇടുന്നവർക്കും കൃത്യമായിട്ട് അറിയാം ഇത് വിവാദമാക്കി കഴിഞ്ഞാൽ എനിക്കും ഗുണമുള്ളൂ. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് വിവാദമാക്കിയിട്ട് അത് പിന്നീട് എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരാനാണ്. അല്ലാതെ നമ്മളെ നന്നാക്കാനൊന്നും അല്ല ആരും ഇവിടെ ഡ്രസ്സ് ഇട്ട് നടക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും. കാരണം എന്താ വെച്ചാൽ ഡ്രസ്സ് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കൂട്ടങ്ങൾ ഇങ്ങനെയുണ്ട്. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, മനസ്സിലാക്കി നിങ്ങൾ. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവനവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് ധരിക്കുമ്പോഴേ മാന്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തൊന്നും കാണരുത് എന്ന് പറഞ്ഞിട്ടില്ല ഡ്രസ്സല്ലേ നമ്മൾ ധരിക്കുള്ളൂ. ചില ആൾക്കാർക്ക് എന്തോ ഒരു സംഭവമാണ് ഇതിങ്ങനെ പിന്നെ ഇട്ടിട്ട് നാലാളെ കാണിക്കുമ്പോഴെന്തോ കാണിച്ചോ, അതൊന്നും കുഴപ്പമില്ല, എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടോ, അതിനൊന്നും ഒരു ഇതും പറയണ്ട അവിടുന്ന്. അതേ എനിക്ക് പറയാനുള്ളൂ. മാധ്യമത്തിൽ വാർത്ത വായിക്കാൻ വന്നിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നവരോട് പിന്നെ നമ്മൾ എന്ത് പറയാനാടാർന്ന്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഈ വാർത്ത കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
ഈ വാർത്ത കൊണ്ട് ഇത് മൊത്തത്തിൽ അങ്ങ് വിവാദമാക്കി കളയാം എന്നുള്ളതല്ലേ ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് യുവമാർക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിസിറ്റി തന്നെയാണ്. ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് യുവമാർ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തിനാ സഹോദരി വെറുതെയെങ്കിലും, എന്തിന് വെറുതെയെങ്കിലും നടന്ന് അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ നിങ്ങൾ കാണുന്നില്ലേ? അതായത് കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ആൾക്കാരിലൂടെ കമൻറ്റ് ചെയ്യുന്നു, പക്ഷേ അതൊരു ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിൻ്റെ പിന്നെ ഇതാണ് നമ്മൾ കാണുന്നത്. ആ ഭൂരിപക്ഷം സംസാരിക്കുന്നതാണ് നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ കാണുന്നത്. അവർ സംസാരിക്കുന്നത് എന്താ? ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് നമ്മുടെ മീൻകാരി പെണ്ണിനോട് ഒരു സ്ത്രീ ചോദിച്ചായിരുന്നു, മീൻ വെക്കുമ്പോഴും മോളെ നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്ന്. ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ മീൻ വെക്കുമ്പോൾ അത് മതിയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ എന്നാണ് എന്തെങ്കിലും ഒരു കോപ്രായം കെട്ടി പോകണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ 2 ദിവസം മുമ്പ് മോഹൻലാലിന്റെ മകള് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തു. എത്ര സിമ്പിളായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, വേറെ ഏതെങ്കിലും സിനിമാ താരത്തിന്റെ മകളാണ് നിങ്ങൾ എന്താ ചെയ്യുക? എങ്ങനെയൊക്കെ കോപ്രായം കെട്ടണം എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ കോപ്രായം കെട്ടിയിട്ടേ നടക്കുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫെയിമാന്ന്, അല്ലാതെ വേറെയൊന്നുമല്ല. കുറച്ച് ഫെയിമിന് വേണ്ടിയിട്ടാണ് ഇവർക്കൊക്കെ അറിയാം ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചർച്ചയാവുള്ളൂ. ആ ചർച്ചയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കും ഒരു പിടി ഇത് കിട്ടുള്ളൂ. ഇപ്പൊ ആരും അറിയാത്ത ആൾക്കാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ന്യൂസ് ചാനൽ, മലയാളം ന്യൂസ് ചാനലിലെ അവരെ കണ്ടില്ലേ? ഇപ്പൊ അവര് 2 ദിവസമായിട്ട് അവരിലെ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ അവർക്ക് എവിടെയാ ഇങ്ങനെ ഒരു ഫെയിം കിട്ടുക? ആ ഒരൊറ്റ കാര്യത്തിലേ അവർക്ക് ഇങ്ങനെ ഫെയിം കിട്ടിയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും വേണ്ടതോടോ നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് കൂടുതൽ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല സാരിയും എടുത്ത്, നല്ല സെറ്റ് സാരിയും എടുത്തിട്ട് അവിടെ വന്ന് വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഇത്ര ഇത് കിട്ടുക? ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇതിങ്ങനെ പിന്നെ വിവാദമാകും, ഇതിങ്ങനെ ചർച്ച ചെയ്യും, ഇതിങ്ങനെ ചർച്ചയാകും. ഈ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എനക്കൊരു മാങ്ങാത്തൊലി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ ചെയ്യുന്നതാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഇനിയിപ്പോൾ ആൾക്കാർ എന്തെങ്കിലും വിമർശിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ കരയുന്നത്? അതായത് നിങ്ങൾക്ക് ഇതൊക്കെ ഇട്ട് നടക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റവും കൂടി ഉണ്ടാകണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാനലുകാരുടെ താല്പര്യമായിരിക്കാം, അല്ലെങ്കിൽ ചാനലിൻ്റെ ആൾക്കാർക്ക് എന്നാ പിന്നെ ഒന്ന് വിവരമൊന്ന് ഇതാക്കണല്ലോ എന്നായിരിക്കാം. എന്താന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ലല്ലോ. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മക്കളെ, പണം തന്നെയാണ്. പണത്തിന് മുഴുവൻ മറ്റേ ഇവരും പറക്കത്തില്ല എന്നുള്ളതാണ്. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. പണമാണ് എല്ലാവരുടെയും ലക്ഷ്യം. ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും കോപ്രായങ്ങൾ കാണിക്കുന്നതും കോപ്രായങ്ങൾ കെട്ടി നടക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇതൊക്കെ വിമർശിക്കും എന്ന് അറിഞ്ഞിട്ടും ഇതൊക്കെ ഇട്ട് നടക്കുന്നതും. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നെ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് പറയുന്നതും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും 2 കാര്യമാണെന്ന്. എന്ന് വെച്ചാൽ അമ്മയെ തല്ലിയാലും 2 കാര്യം എന്ന് പറയുന്ന പോലെ ഇവരെ നല്ലത് പറയുന്നവരും ഉണ്ടാവും, മോശം പറയുന്നവരും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും നമ്മൾ അംഗീകരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ കുറേ എണ്ണം ഇവിടെ വന്നിട്ട് എന്ന് പറയുന്നത് വലിയ ഡയലോഗ് അടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ പൊക്കമൊന്നും കയറിയാൽ ഈ ഡയലോഗൊന്നും ഒറ്റയെടുത്തിൻ്റെ ഒന്നും കാണുന്നുമില്ല കേട്ടാ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒറ്റ ഇതേ മാത്രമേ ഉള്ളൂ. കാരണം ഇവർക്കൊക്കെ വേണ്ടത് ഫെയിം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ ഫെയിമിന് വേണ്ടിയിട്ട് തന്നെ ഇവരൊക്കെ ജോലി ചെയ്യുന്നതും. നന്ദി, നമസ്കാരം. അല്ലാതെ ഇമാതിരി കോലം കെട്ടിയിട്ട് ആരെങ്കിലും വാർത്ത വായിക്കോടെ. ബൈ ബൈ.